കൃത്യം എത്ര മണിക്കാണ് സ്ഫോടനത്തിൽ മരിച്ച കുട്ടികളുടെ ബോഡി ഹോസ്പിറ്റലിൽ എത്തിച്ചത്? കൃത്യം 9:30 മണിക്ക്. എത്ര മണിക്കാ സ്ഫോടനം നടന്നത്? ഒരു 10-10:30 മണിയായി കാണും. 10-10 ഒരു 10 മണിയായി കാണും. വണ്ടി ഇറക്കണോ? എങ്ങോട്ടേക്കാണ് സാർ? തന്റെ അമ്മായിപ്പന്റെ അടുത്തേക്ക്. ശ്മശാനത്തിന്റെ കിഴക്ക്. പടിഞ്ഞാറ്. കിഴക്ക്. പടിഞ്ഞാറ്. വണ്ടി കോൺവെന്റിലേക്ക് എടുക്കണോ? പേടിപ്പിക്കണം. ശ്മശാനം. ഹലോ. അതെ, ഓക്കെ. പ്രതികള് ഓക്കെ. പ്രതികളെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ സാർ? പാകിസ്ഥാൻ ഓൾ ഔട്ട്. എടോ, ഇവിടത്തെ ഹെഡ് മിസ്ട്രസിന്റെ റൂം ഏതാ? അതോട് ചോദിക്കാം. ഈശോ മിശിഹായ്ക്കും സ്തുതി. അസ്സലാമു അലൈക്കും. ഭയ്യാ, മാലേക്കും അസ്സലാം. അയാൾ എന്താ പറഞ്ഞു? എന്റെ കൂടെയുള്ള ആരാന്ന് ചോദിച്ചതാ. നീ എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞ എന്റെ അസിസ്റ്റന്റ്. അല്ല, ഞാൻ സാറിന്റെ അസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. ഗുഡ് മോർണിംഗ് ഇൻസ്പെക്ടർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. താങ്ക് യു. നിന്നോടാരാ ഇരിക്കാൻ പറഞ്ഞു? അതുകൊണ്ടല്ലേ എഴുന്നേറ്റത്. സിസ്റ്റർ, സ്ഫോടനം നടക്കുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ ഹോസ്റ്റലിലായിരുന്നു. അതെന്താ നിങ്ങൾ കുട്ടികളുടെ കൂടെ ബസ്സിൽ പോകാതിരുന്നത്? ബസ്സിൽ പോയിരുന്നെങ്കിൽ സിസ്റ്ററെ നമുക്കിങ്ങനെ കാണാൻ പറ്റുമായിരുന്ന? പീസ് പീസ് പീസായി പോയില്ലായിരുന്ന? എല്ലാം നോട്ട് ചെയ്തോ? യെസ് സർ. ബൈ ദ ബൈ, സിസ്റ്ററുടെ പേരെന്നാ പറഞ്ഞത്? പെട്രീഷ്യ. നോട്ട് ഇറ്റ്. എന്താ എഴുതിയ? സിസ്റ്റർ പെറ്റിയോട്രഷ. സിസ്റ്റർ പെറ്റിയോട്രഷ. സിസ്റ്റർ പെട്രീഷ്യ. താങ്ക് യു സിസ്റ്റർ. വെൽക്കം. സിസ്റ്ററിന്റെ ശരിക്കുള്ള പേരെന്താ? പെട്രീഷ്യ. വായിക്കൊള്ളുന്ന പേരിട്ടൂടെ? പെട്രീഷ്യ. ദാസ, ബോംബ് സ്ഫോടനത്തെ കുറിച്ച് തനിക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഉണ്ട് സാർ. ആരാ? കറക്റ്റ് ആളെ എനിക്കറിയാം. അത് ഞാൻ പറഞ്ഞാൽ? താൻ പറ. തനിക്കൊരു കുഴപ്പം പറ്റില്ല, ഞാനില്ലേ? ആൾക്ക് പൊക്കം കുറവാ, മുടി നരച്ചിട്ട, ക്ലീൻ ഷേവാ. പിന്നെ പുള്ളിക്കാരൻ കല്യാണവും കഴിച്ചിട്ടില്ല. സാർ ആരോടും പറയില്ലെങ്കിൽ ഞാൻ പറയാം. ഞാൻ ആരോടും പറയില്ല. ആരാ? വാജ്പേയി. വാജ്പേയി? പൊക്രാനിൽ ബോംബ് പിടിച്ച പുള്ളിക്കാരനല്ലേ? അതല്ലേ സാറ് ചോദിച്ചത്? വണ്ടി എടുക്കാം. പേടിച്ചു പോയി. വത്സല, ഞാൻ സ്റ്റേഷനിൽ പോവാ. അപ്പൊ ചായ കുടിക്കണില്ലേ? ചായ ഒന്നും വേണ്ട. റേഷൻ കഴിക്കാനല്ലല്ലോ അവള് പറഞ്ഞു, ചായ കുടിക്കാനല്ലേ. എനിക്കല്ലിപ്പോ ധൃതിയുണ്ട്. എന്താ ഇത്ര ധൃതി? പുതിയ സിഎ വന്നോണ്ടാണോ? അതുകൊണ്ടൊന്നും അല്ലടി. നിന്റെ പുന്നാര മോനെ കണി കണ്ടേച്ച് പോയാ നോക്കിയേ, ഇനി ആശുപത്രി കൊടുക്കാൻ എന്റെ കാശില്ല. നീ പോയാ പണ്ടാര എഴുന്നേറ്റോ നോക്ക്. എന്തിനാടാ ഇങ്ങനൊക്കെ പറയണത്? അവൻ നിന്റെ മോനല്ലേ, കരക്കാരുടെ അല്ലല്ലോ. അമ്മ, അവൻ എന്റെ മോൻ തന്നെ അല്ലയോടി. പക്ഷെ ഞാൻ പുറത്തേക്ക് പോകുമ്പോ അവനെ കണി കണ്ടേച്ച് പോയാ അമ്മ തന്നെയല്ലേ ഇന്നലെ എനിക്ക് മരുന്ന് ഉരുട്ടി തന്ന്. അവന് ഞാനും മുന്നാളാ തമ്മിൽ ചേരില്ല. എന്ന് ഞാൻ പുറത്തേക്ക് പോകുമ്പോഴും അവന്റെ തിരുമുഖം കണി കണ്ടേച്ച് പോയാ അന്ന് എന്തെങ്കിലും അപകടം ഉറപ്പാ. ഇന്നലെ ഒരു പാണ്ടി ലോറി ഇങ്ങനെ തേച്ചാ പോയത്. നീ പോയി അവനെ എഴുന്നേറ്റോ നോക്കടി. അവൻ ഇപ്പോഴൊന്നും എഴുന്നേറ്റില്ല. പൊക്കളെ. ഓ, ഷർട്ട് മറന്നു. കൃത്യസമയത്ത് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്ത കാലം മറന്നു. ആ കാലമടംകാരൻ അവിടെ ചെന്ന് ഉറങ്ങാനും പറ്റിയല്ല. അയ്യോ ജമ്മം പാഴ്, ആ മുഖം കണ്ടു. എന്തൊരു ഗ്രഹപ്പഴയാണിത്. വണ്ടിക്ക് ബ്രേക്ക് ഉണ്ടായിരുന്നില്ല ഏട്ടാ. എങ്ങനെ ഉണ്ടാകും? എന്റെ മോന്റെ മുഖം കണ്ടിട്ടല്ലേ ഇറങ്ങിയത്. ബ്രേക്ക് ഉണ്ടെങ്കിലും അത് പൊട്ടും. വൈകരുതല്ലോ എന്ന് കരുതി ചേട്ടനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. ചേട്ടൻ എന്റെ കാര്യത്തിലോ തീരുമാനം ഉണ്ടാക്കണം. ആ CI കാരണം എനിക്കൊരു മിമിക്രി പരിപാടിക്ക് പോകാൻ പറ്റുന്നില്ല. പറവൂർ ഒരു ക്ലബിന്റെ വാർഷികം, കോതമംഗലം പള്ളിയില്, പിന്നെ ഒരു ഫൈനാൻസ് സൊസൈറ്റി. എല്ലായിടത്തും ഞാൻ അഡ്വാൻസ് വാങ്ങിച്ചു പോയി. തിരിച്ചു കൊടുക്കാനാണെങ്കിൽ എന്റെ കയ്യിൽ കാശുമില്ല. ഇതൊരു വല്ല കോടാലിയായി മാറിയേട്ടാ. ചേട്ടൻ സഹായിക്കണം. നീ വാ. സൈക്കിള് സോറി, ബ്രേക്ക് ഇല്ലായിരുന്നു ചേട്ടാ. നമ്മുടെ സുവർണ കാലഘട്ടമെല്ലാം മൺമറഞ്ഞിടേ. രാവണനല്ലേ വന്നിരിക്കുന്നത്. രാമനും ലക്ഷ്മണനും ഔട്ട്. ഇനി ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കില്ല. ഒരു 50 രൂപ കിട്ടെങ്കിൽ കൊള്ളായിരുന്നു. എന്തിനാ? ഫ്രണ്ട് ബില്ല് ഇത്തിരി അറടിക്കാനാ. ഊതി അടിച്ചാ മതിയടാ. സാറേ, എന്നെ എങ്ങനെങ്കിലും ഒന്ന് ലോകപ്പിക്കണേ. നിന്നെ ഇനി തിരിച്ച് ലോകപ്പിക്കാറ്റാണ്. നിന്നെ ഇറക്കി വിട്ടവരെ അങ്ങേര് അറിഞ്ഞാ ഞങ്ങൾ രണ്ടും സ്റ്റേഷന്റെ പുറത്താവും. അതിരിക്കട്ടെ, മറ്റവന്മാരെവിടെ? അവന്മാര് മാർക്കറ്റിൽ കറങ്ങി നടക്കുക. അമ്മരോട് പറഞ്ഞേരെ സ്റ്റേഷന്റെ പരിസരത്ത് കണ്ടുപോരുന്ന്. പിന്നെ ഞങ്ങൾ എവിടെ കയറി കിടക്കാനാ? നിന്നെ എന്റെ വീട്ടിൽ കൊണ്ട് കിടത്താം. പോയി റെയിൽവേ സ്റ്റേഷനിൽ കിടക്കടാ.
ഓ അവിടെ ഭയങ്കര കൊതുകാണ് എന്നാ സാർ ഒരു കൊതുകോല കെട്ടി തരാടാ. അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, പുതുതായി ഒരു പോക്കറ്റ് അടി നടത്തി നീ ലോക്കപ്പിലേക്ക് വാ. പക്ഷെ ഇടി പഴയ പോലെ ആയിരിക്കില്ല. ആ കാലമാടന്റെ ഇടി കൊണ്ടാ നിന്റെ +2 തീർക്കും. അത് ശരി. അപ്പൊ ഞങ്ങള് വഴിയാധാരമായി. ഇതിനു മുമ്പ് അങ്ങനെ തന്നെ അല്ലായിരുന്നോ? പോ ചെല്ല്, പോ. പോക്കറ്റ് അടിയാ. ഹോ, നല്ല കളക്ഷൻ കിട്ടിക്കൊണ്ടിരുന്ന അത് പോയി കിട്ടി. എന്ത് ഡീസന്റ് ആയിട്ട് പോലീസ് സ്റ്റേഷൻ നടത്തിക്കൊണ്ടിരുന്ന പിള്ളേരായിരുന്നു. അവനോട് 50 രൂപ ചോദിച്ചു നോക്കിയാലോ? നിന്നെ ആരാടാ പോലീസിലെടുത്ത്? വാ. നീ പോലീസ് സ്റ്റേഷനിലേക്ക് ഇത് അല്ല, ഒഴിപ്പിക്കോ? എനിക്ക് ഈ വഴിയാ പോകേണ്ടത്. നീ ഇത് ഒഴിപ്പിക്കോ? ഈ വഴിയാ പോകേണ്ടത്. നീ ഇത് ഒഴി പോടാ. വേക്കണ്ടായിരുന്നില്ല സാറേ. നമസ്കാരം. അച്ഛാ, ഈ സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറഞ്ഞത് ആരാ? ഉരുക്കു മനുഷ്യൻ അപ്പൊ ജീവൻ ഉണ്ടാവില്ലേ അച്ഛാ? കുറേശ്ശെ ഉണ്ടാവും. അച്ഛന് നല്ല മസിലുണ്ടല്ലോ, പിന്നെ എങ്ങനെയാ ഈ വയറ് വന്നേ? അതെ, പാരമ്പര്യ മോളെ. അച്ഛന്റെ അമ്മ അച്ഛനെ പ്രസവിച്ചപ്പോ ദേ ഇത്ര ഉണ്ടായിരുന്ന വയറ്. എന്റെ അമ്മ എന്നെ പ്രസവിച്ചപ്പോ വയറില്ലായിരുന്നോ? നിന്റെ അമ്മ നിന്നെ പ്രസവിച്ചപ്പോ കമോൺ. അയ്യോ, എന്ത് പറ്റി സാർ? ഞാൻ ഈ ചട്ടി ഒന്ന് മാറ്റി വെച്ചതാ. അത് പിന്നെ ഇന്നലെ അവിടെ ഇരുന്നപ്പോ സാറ് പറഞ്ഞിട്ടല്ലേ ഞാൻ ചട്ടിയെടുത്ത് ഇവിടെ കൊണ്ടുവച്ചത്. അത് അവിടെയല്ലേ ഇവിടെയല്ലേ? അതൊരു ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കണം. അതല്ലേ കറക്റ്റ് ചെയ്ത്. അതെ സാർ, നീ വേഗം ഇതകത്തുകൊണ്ട് വെച്ചേ. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ഇരിക്കും. ഒരു മിനിറ്റ് സാർ, ഞാൻ ദേ വരുന്നു. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. എന്താ മോളുടെ പേര്? കെ മഹിമോൾ. കെ മരുമോളോ? കെ ഓ മഹിമോൾ. വെരി ഗുഡ്, മിടുക്കി. മോനെ ഞാൻ നോക്കിയിരിക്കായിരുന്നു. ഇന്ന് മീൻ വാങ്ങിക്കുമ്പോഴേ ഒരു കിലോ ഇറച്ചൂടെ വാങ്ങിച്ചേക്കണേ. ഞാൻ ഡ്രൈവർ മോൻ കൊണ്ടുവന്ന ചാള അപ്പടി ചെയ്യുന്നതായിരുന്നു. പിന്നെ ഞാൻ അങ്ങ് ഉണക്കി. ഇറച്ചി വാങ്ങിക്കുമ്പോഴേ ഇത്തിരി കറി കൂടെ ചെയ്യാൻ പറയാം കേട്ടോ. അമ്മ പോയെ. ഞാൻ മീൻ വാങ്ങിക്കണേ. അമ്മ അകത്തേക്ക് പോ. ചെല്ലേ അമ്മ അകത്തേക്ക് പോ. പൊയ്ക്കോ. അമ്മയുടെ സ്വഭാവം. ഒരു കാര്യം പറയാൻ സമ്മതിക്കില്ല. അമ്മ, അത് ഡിവൈഎസ്പിയാ. എന്ത് എസ് എന്താ പോലീസുകാരനല്ലേ? ഓ അമ്മ മിക്കവാറും മോനെ വീട്ടിലിരുത്തും. പിന്നെ മീനും ഇറച്ചിയൊക്കെ മോൻ തന്നെ മേടിച്ചോണ്ട് വരും. ഇവരാണ് ഈ സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച 6 പ്രതികൾ. ഇത് വിക്ടർ, ഇത് ക്രോണി, ഇത് മുസ്തഫ, ഇവൻ രാജു, ഇത് റോബർട്ട്, ഇവൻ കാളിമുത്തു. ഇവരൊക്കെ എന്ത് ചെയ്യുന്നു, എവിടെയാണ് എന്നൊരറിവില്ല. പക്ഷെ ഈ ഗ്രാമത്തെ ചുറ്റിപ്പറ്റി നടക്കുന്ന എല്ലാ തീവ്രവാദ പ്രവർത്തനത്തിനും കള്ളക്കടത്തിനും പിന്നിലെ പ്രധാനികൾ ഇവരാണ്. നമുക്ക് പിടികിട്ടാത്തത് ഇവരുടെയൊക്കെ ലീഡർ ടൈഗർ വാസു എന്നറിയപ്പെടുന്ന വാസുദേവനെയാണ്. അവന്റെ രൂപരേഖ നമ്മുടെ കയ്യിലില്ല. അത് സാരമില്ല, ഇവരെ പിടിച്ചാൽ അവനെ നമുക്ക് കിട്ടും. പക്ഷേ പിടിക്കാൻ കഴിയുമെന്നുള്ള സംശയമാണ്. അതെന്താ സാർ? ഗവൺമെന്റും പോലീസിലൊരു വിഭാഗവും ഇവരുടെ കൂടെയാണ്. മനസ്സിലായില്ല. അതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയം. അതൊക്കെ വലിയ കളികളാണല്ലോ. അതൊന്നും തനിക്ക് മനസ്സിലാവില്ല. നമ്മളിവിടെ നിയമിച്ചിരിക്കുന്നത് തീവ്രവാദികൾ പിടിക്കാനല്ലേ സാർ? അല്ലടോ, പിടിക്കാതിരിക്കാൻ വേണ്ടിയാ എന്നെയും തന്നെയൊക്കെ ഇങ്ങോട്ട് മാറ്റിയിരിക്കുന്നത്. സാർ എന്തൊക്കെയാ പറയുന്നത്? കൂടുതൽ ചൂഴ്ന്ന് ചോദിക്കണ്ട. അതൊക്കെ കോടികളുടെ കാര്യങ്ങളാ. തനിക്ക് ചെയ്യാൻ പറ്റുന്നത് താൻ ചെയ്യേ. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തു. ഓ, ഇത്രയും സമയം ഉണ്ടായിരുന്നെങ്കിൽ ആ റേഷൻ കടയിലെങ്കിലും ഒന്ന് പറഞ്ഞു വിടായിരുന്നു. ഈ മഹാദേവന്റെ ഒരു കാര്യേ. അമ്മ, അത് ഡിവൈഎസ്പിയാ. ഇന്നലെ വന്ന പോലത്തെ സാധാ പോലീസാണല്ല. DSP എന്ന് പറഞ്ഞിട്ടൊന്നും എന്നെ പേടിപ്പിക്കണ്ടാ. ഇതിലും വലിയ ഹെഡ് കോൺസ്റ്റബിളന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സാറേ, ഈ കേസ് തെളിയിക്കാൻ വളരെ ഈസി ആയിട്ടൊരു വഴിയുണ്ടായിരുന്നു. അതെന്താ? നാരായണ, ആ മേശപ്പുറത്തുന്ന ഫയലും കിടത്തെ. സാറ് നോക്കി. ഇതെന്താടോ സിനിമ വാരിക? ഇതാണ് പലർക്ക് സിനിമ എന്ന് പറഞ്ഞ പുച്ഛമാണ്. ഇതിനകത്ത് കെ മധു സംവിധാനം ചെയ്യുന്ന ഒരു ക്രൈം ഫിലിമിന്റെ ന്യൂസ് ഉണ്ട്. തിരക്കഥ സെൻസാമിയാണേ. അതുകൊണ്ട് പാറക്കുളം കേസ്, സിസ്റ്റർ നിർഭയ കേസ്, ഇതെല്ലാം കണ്ടുപിടിച്ചത് ഇവരല്ലേ? CBI ഡയറി കുറിപ്പ് 150 ദിവസം ഓടിയത്. ഇവരോടൊന്ന് ഡിസ്കസ് ചെയ്താ പോലെ. തനിക്ക് ഇനി സിനിമ പ്രാന്ത് പോയിട്ടില്ലടോ. ഞാൻ വരട്ടെ. സാർ, ഇങ്ങനെ ഈ കേസുകളൊക്കെ സിനിമാക്കാരെ തെളിയിക്കാൻ പോയാ പോലീസുകാർ ആവശ്യത്തിന്